കോഴിക്കോട് നാദാപുരത്ത് +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MIM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ച +2 വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് അയക്കാനാണ് പോലീസ് തീരുമാനം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ വിദ്യാർത്ഥികൾക്കൊക്കെ എന്തു പറ്റി എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. നേരത്തെയും ഇതുപോലെ തന്നെ നിരവധി ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നാദാപുരത്ത് +1 വിദ്യാർത്ഥി +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നത്. നാദാപുരത്താണ് സംഭവം. എന്താണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിനടക്കം എത്തിക്കുന്ന ഒരു കാരണം? വൃന്ദ, ഇന്നലെ ഈ വാർത്ത നമ്മൾ നൽകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാരണം നമ്മൾ വ്യക്തമാക്കിയതാണ്. താടി വടിച്ചില്ല, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടില്ല തുടങ്ങിയ ഒരു വളരെ ലഘുവായ ഒരു കാരണങ്ങൾക്ക് വേണ്ടി ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സമീപനമാണ് ഈ പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. +1 വിദ്യാർത്ഥിയെയാണ് മർദ്ദിച്ചത്. ആ സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത 4 +2 വിദ്യാർത്ഥികൾക്ക് അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കാൻ അവരുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് അയക്കും. ആ നോട്ടീസ് അയക്കുന്നത് ഇവരുടെ +2 പരീക്ഷ ഇനിയിപ്പോൾ ഏതാനും ചില +2 പരീക്ഷകൾ പൂർത്തിയാക്കാനുണ്ട്. ആ പരീക്ഷകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കാൻ ആയിരിക്കും നാദാപുരം പോലീസ് നോട്ടീസ് നൽകുക. അത് രക്ഷിതാക്കൾക്കാണ് അയക്കുക. തുടർന്ന് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് വൃന്ദ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വിദ്യാർത്ഥി സംഘർഷം പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ജില്ലയിൽ സിറ്റിംഗ് നടത്തിയിരുന്നു. ആ സിറ്റിംഗിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബാലാവകാശ കമ്മീഷൻ നൽകിയ ഒരു നിർദ്ദേശം ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി കുറ്റക്കാർക്കെതിരെ വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ കർശനമായ നടപടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഈ നാദാപുരത്ത് കല്ലാച്ചിയിലെ ഹോട്ടലിന് മുൻപിൽ വെച്ചാണ് പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായത്. +1 വിദ്യാർത്ഥിയുടെ തല പിടിച്ച് ചുമരിൽ ഇടിക്കുകയും പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ വളരെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നാദാപുരം പോലീസിന്റെ തീരുമാനം. വൃന്ദ, സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള നടപടിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്? നിലവിൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഈ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അവരുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ സ്കൂൾ അധികൃതർ ഇതിൽ നടപടി സ്വീകരിക്കുക. അതല്ല, സ്കൂൾ അധികൃതർ ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് +2 വിദ്യാർത്ഥികളാണ്. അവർ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഉത്തരവാദിത്തം ഉൾപ്പെടെ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഇനി മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡൊക്കെയാണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. അത് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും കൈക്കൊള്ളുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇവരുടെ SBR റിപ്പോർട്ട്, ഇവരുടെ സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കുന്നുണ്ട്. അതുകൂടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ അന്വേഷണ സംഘം ഹാജരാക്കും. വൃന്ദ, ശരി, റിയാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റിയാസ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി